ധർമ്മവരം എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് പെൻകുണ്ട എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 11 മണിയോട് കൂടിയിട്ട് അടുത്തിട്ടുണ്ട് രാത്രിയിൽ. ആ സമയത്ത് ഇവിടെ ഒരുപാട് ലോറികളൊക്കെ നിർത്തിയിട്ടതായിട്ട് കാണാൻ സാധിച്ച്. അപ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞു നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ലോറിക്കാരൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ധാബയാണ് എന്നുള്ളത്. അങ്ങനെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഒരുപാട് മലയാളികളും പല ലോറിക്കാരും ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കുന്നതും ഒരുപാട് ലോറികൾ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് കാണുന്ന ഈ ഒരു പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ടതൊക്കെ ആയിട്ട് കാണാൻ സാധിച്ചു. പിന്നീടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇത് നടത്തി കൊണ്ടുപോകുന്ന ആളുടെ സ്ഥലം തന്നെയാണ് ഈ NH-നോട് ചാരിയിട്ട് ഉള്ള ഈ ഒരു സ്പേസ്. ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഇതുപോലെ ലോറി നിർത്താനായിട്ടുള്ള ഒരു സ്പേസും കൂടി ഉണ്ട്. അതും ഇയാളുടെ സ്വന്തമാണ് അല്ലെങ്കിൽ ഇയാളുടെ പ്രോപ്പർട്ടിയാണ്. ഹരിയാനക്കാരനായിട്ടുള്ള ഈ ഒരു വ്യക്തി ഇവിടെ വന്നിട്ട് 20 വർഷമായിട്ട് ഇവിടെ തന്നെയാണ്. ഇവിടെ വന്ന് സമ്പാദിച്ചുണ്ടാക്കിയതാണ് ഈ കാണുന്നതെല്ലാം തന്നെ. അതിൽ നമുക്ക് നല്ലൊരു മോട്ടിവേഷനും കാര്യങ്ങളും കിട്ടി എന്നുള്ളതാണ്. NH-ൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ വരുന്നത്. ഇവിടെങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു സീറ്റ് അറേഞ്ച്മെൻ്റാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. രാത്രി വേണമെങ്കിൽ നമുക്ക് അതിൽ കിടക്കാനുമുള്ള സൗകര്യം ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ കൗണ്ടറിൻ്റെ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ സ്റ്റാഫും എല്ലാവരും ഇങ്ങനെ ഇരുന്ന് മുതലാളിയും കൂടെ ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. എന്തൊക്കെയോ കണക്ക് കാര്യങ്ങളൊക്കെയാണ് അവരിങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് ബാക്കിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് ഫ്രീസറുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് സിഗരറ്റ് കാര്യങ്ങൾ, പിന്നെ സോപ്പ് കാര്യങ്ങൾ, കൂൾ ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ഇതുപോലെ ഫ്ലാസ്കിൽ ചായ വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടത്രത്തോളം ചായ ഇവിടുന്ന് കുടിക്കുക, ഫ്രീ ആണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് റൊട്ടിയും ബീഫും ആണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് 140 രൂപയ്ക്ക് അൺലിമിറ്റഡ് ആയിട്ട് കഴിക്കാം എന്നുള്ളത് ഈ ഒരു ധാബയിലെ പ്രത്യേകതയാണ്. ഇങ്ങനെയുള്ള ധാബകളുടെ സൂചനാർഹമായിട്ട് ഫ്രണ്ട് ഭാഗത്തായിട്ട് ചന്ദ്രക്കല കാര്യങ്ങളൊക്കെ തന്നെ കാണാൻ സാധിക്കും എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചതാണ്. ലോറിക്കാരുടെ ഒരു സംസാര രീതിയിൽ നിന്നാണ് നമുക്കത് കിട്ടിയത്. നമ്മുടെ കൂടെയുള്ള അഫ്താബ് അവിടെയുള്ള സ്റ്റാഫിനോടൊക്കെ തന്നെ കുശലം പറയുന്നുണ്ട്. അവരുടെ കാര്യങ്ങളെല്ലാം തന്നെ തിരക്കുന്നുണ്ട്. വളരെ ഹാപ്പി ആയിട്ടാണ് അവർ നമ്മളോട് ഡീലിങ് കാര്യങ്ങളൊക്കെ തന്നെ നടത്തുന്നത്. നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നത് കണ്ടതുകൊണ്ട് തന്നെ വളരെയധികം സപ്പോർട്ടോട് കൂടിയിട്ടാണ് അവരെല്ലാവരും നിൽക്കുന്നത്. ആദ്യമായിട്ടാണ് ഇത്രയും ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് നമ്മളെ കൊണ്ടുപോയ ധാബ കിട്ടുന്നത്. നിസ്കരിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ തന്നെ ഇവിടെ സൗകര്യമുണ്ട് എന്നുള്ളതും വേറെ തന്നെ ഒരു പ്രത്യേകതയാണ്. ഈ ഒരു ബിസിനസ് എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലും തുടങ്ങിക്കൂടാ എന്നുള്ളൊരു ആലോചനയിലൊക്കെ നമ്മളിങ്ങനെ പോയി എന്നുള്ളതാണ്. അങ്ങനെ ഇന്നലെ ഉണ്ടാക്കിയിട്ടുള്ള ബീഫിൻ്റെ ബാക്കിയുള്ള കറിയാണ് ഈ കാണുന്നത്. ബീഫ് എപ്പോഴും ഒരു ദിവസം കഴിഞ്ഞാലാണല്ലോ അതിൻ്റെ കറക്റ്റ് മസാല കാര്യങ്ങളൊക്കെ ചെന്നിട്ട് അതിൻ്റേതായ ഒരു രുചിയിലേക്ക് എത്തുക. ഈ ചെമ്പിൽ നിന്ന് കിട്ടുന്ന ബീഫിന് വേറെ തന്നെ ഒരു പ്രത്യേക രുചിയായിരുന്നു എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ ബാക്കിലായിട്ട് 50 കിലോ കൊള്ളുന്ന ഒരു ചെമ്പിൽ ബീഫ് ഇന്നുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അതിലും കൂടുതൽ ടേസ്റ്റ് ആയിരുന്നു ഈ ചെമ്പിൽ നിന്ന് കിട്ടിയ ബീഫിന്. അങ്ങനെ നമ്മൾ ബാക്ക് ഭാഗത്തേക്ക് ഇങ്ങനെ പോയി നോക്കുമ്പോൾ അവിടെ ഉള്ളി കാര്യങ്ങളൊക്കെ തൊലിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ ഇന്നെ അത്ഭുതപ്പെടുത്തിയത് ഇവൻ്റെ ഈ കട്ടിങ് ആണ്. എന്തുമാത്രം നൈസായിട്ടാണ് ഇവനിങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് അത് കണ്ടപ്പോൾ തന്നെ ഒരു അത്ഭുതം തോന്നി. പിന്നീട് അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കാം ഇതിങ്ങനെ ചെയ്തിരിക്കുന്നതിനുള്ള കാരണം. പിന്നെ ഇവിടങ്ങളിലെ സാഹചര്യമൊക്കെ തന്നെ ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഉള്ള ക്ലൈമറ്റിൽ നല്ലൊരു കട എന്ന് ഞാൻ പറയുന്നത്. നമ്മുടെ നാടിനെ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെയധികം ലോക്കലായിരിക്കാം. പക്ഷേ ഇവിടെ ഉള്ള സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇത് ഏറ്റവും ബെസ്റ്റാണ് എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ പറഞ്ഞ ഒരു 50 കിലോൻ്റെ ചെമ്പിൽ പുതിയ ബീഫ് ഇന്ന് വന്നത് ഉണ്ടാക്കി വെച്ചതിൻ്റെ ഒരു കാഴ്ചയിലേക്കാണ് നമ്മൾ പോയത്. അൺലിമിറ്റഡ് ബീഫും അൺലിമിറ്റഡ് റൊട്ടിയുമാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. അതും 140 രൂപയ്ക്ക്. ഇതിൽ പോത്തുംകാല് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പോത്തുംകാല് വേണ്ടവർക്ക് പോത്തുംകാല് കഴിക്കാം. പോത്തുംകാലൊക്കെ കഴിച്ചിട്ടുള്ള റീല് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. വളരെ രസകരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് എന്നുള്ളതാണ്. ധർമ്മവരം എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് പെൻകുണ്ട എന്ന് പറയുന്ന പ്രദേശത്തേക്കൊക്കെ ആരെങ്കിലും യാത്ര ചെയ്യുന്നവരുണ്ട് എങ്കിൽ രണ്ടിൻ്റെയും സെൻറ്റർ ഭാഗത്തായിട്ടാണ് ഈ ഒരു ഷോപ്പ് വരുന്നത്. പോത്തുംകാലൊക്കെ നമ്മൾ വയനാടൊക്കെ പോയിട്ട് കഴിക്കുന്ന ആളുകളില്ലേ, നല്ല റേറ്റ് കൊടുത്തിട്ട്. പോത്തുംകാലിൻ്റെ ഒരു സാഹചര്യം തുടങ്ങിയ ടൈമിൽ 800, 1000 ഇങ്ങനെയൊക്കെയുള്ള ബുക്കിങ്ങിലായിരുന്നു നമ്മൾ വയനാടൊക്കെ പോയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിവിടെ 140 രൂപയ്ക്ക് നമുക്ക് പോത്തുംകാല് മാത്രമല്ല അതിൻ്റെ കൂടെ ഈ പീസൊക്കെ ഇട്ടിട്ട് എത്ര വേണമെങ്കിലും കിട്ടും എന്നുള്ളത് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമാണ്. ഇവിടങ്ങളിൽ ഇങ്ങനെയുള്ള ഷോപ്പുകളൊക്കെ തന്നെ സുലഭമാണ് എന്നുള്ളതും വേറെ തന്നെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെ നമ്മൾ അതിൻ്റെ ഒരു ആസ്വാദകരമായിട്ടുള്ള ആ ഒരു
ക്ലൈമറ്റിലൂടെ അല്ലെങ്കിൽ ആ ഒരു മണവും കാര്യങ്ങളൊക്കെ അടിച്ചുകൊണ്ട് അതിങ്ങനെ ഇളക്കി പിന്നീട് വേവ് പാകത്തിനാവുന്നതേ ഉള്ളൂ. ഇവിടെ ആദ്യം വേവിച്ചിട്ട് പിന്നീട് വേവിക്കുന്ന രീതിയല്ല, വിറകടുപ്പിൽ ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ വേവിച്ചെടുക്കുന്ന ആ ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കിലോമീറ്റർ കണക്കിന് ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശത്താണ് ഈ ഒരു ധാബ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഒരു ബാർബർ ഷോപ്പ് ഉണ്ട് തൊട്ടടുത്തായിട്ട്. ഇങ്ങനെ ഒരു ബാർബർ ഷോപ്പിലുള്ള ആൾക്ക് ഇവിടെ ബിസിനസ് ഉണ്ട് എങ്കിൽ എത്രത്തോളം ഇവിടെ ആളുകൾ വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. അങ്ങനെ നമ്മൾ മൊത്തത്തിലൊന്ന് ചുറ്റിക്കറങ്ങി നിൽക്കുമ്പോഴാണ് ഫ്രണ്ടിലായിട്ട് ഇതുപോലത്തെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റൂള് കാണാൻ സാധിച്ചത്. ചൂരൽ കൊണ്ട് അതുപോലെ സൈക്കിളിൻ്റെ ടയറിൻ്റെ ഭാഗങ്ങൾ പിന്നെ ട്യൂബിൻ്റെ ഭാഗങ്ങളൊക്കെ വെച്ചിട്ടാണ് വളരെ മനോഹരമായിട്ട് ഇതിങ്ങനെ നിർമ്മിച്ചത്. ഇവിടെ ഇതുപോലെ ഇങ്ങനെ ഒരാൾ ഇരുന്നപ്പോഴാണ് ഞാൻ അതിലേക്ക് ശ്രദ്ധിച്ചത്. പിന്നീട് ആ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ആ ഒരു നിർമ്മാണ രീതിയാണ് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയത്.